ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ടത്തിന്റെയും സിക്കിം, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. കേരളം ഉൾപ്പെടെ രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ പങ്കെടുത്ത താരങ്ങളോട് കോച്ച് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ത്യാഗത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കും. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ലക്നൌ പഞ്ചാബിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവു, ചൌധരി ചരൺ സിംഗ്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ, മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ എന്നിവർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം സമ്മാനിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കു വേണ്ടി വിപുലമായി പ്രവർത്തിച്ചിട്ടുള്ള PV നരസിംഹറാവു രാജ്യത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും സ്മരണയിലുണ്ടെന്നും അദ്ദേഹത്തിന് ഭാരതരത്നം സമ്മാനിച്ചതിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ കാർഷിക ഗ്രാമീണ മേഖലകളുടെ വികസനത്തിനായി പ്രയത്നിച്ച ചൌധരി ചരൺ സിംഗിന്റെ സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് ഭാരതരത്നയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൃഷി, ജനിതക ശാസ്ത്രരംഗത്തെ പ്രഗത്ഭനായിരുന്ന ഡോക്ടർ MS സ്വാമിനാഥന്റെ സംഭാവനകളെയും പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിലൂടെ അനുസ്മരിച്ചു. സാമൂഹ്യനീതിക്കും തുല്യതയ്ക്കുമായി ജീവിതം ഉഴിഞ്ഞുവച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനുള്ള ഉചിതമായ ആദരമാണ് ഭാരതരത്നയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെയും സിക്കിം, അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ബീഹാർ ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ്. ഇതോടൊപ്പം സിക്കിമിലെ 32 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അരുണാചൽ പ്രദേശിലെ 60 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. കേരളം ഉൾപ്പെടെ രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ 3 മുന്നണികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഒരു റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള രണ്ടാം ദിനമായ ഇന്ന് ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാലക്കുടിയിൽ ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി TM തോമസ് ഐസക്, മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫ് എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനും ഇന്ന് പത്രിക സമർപ്പിച്ചു. എറണാകുളം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാലക്കുടി മണ്ഡലത്തിൽ SUCIC സ്ഥാനാർത്ഥി M പ്രദീപനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. കോട്ടയം മണ്ഡലത്തിൽ ഒരാൾ കൂടി പത്രിക നൽകി. SUCIC സ്ഥാനാർത്ഥിയായി തമ്പിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുകയാണ്. സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനത്തിലാണ്. വാഹന പര്യടനത്തിലൂടെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരഞ്ഞെടുപ്പ് പര്യടന പരിപാടിക്ക് LDF നെയ്യാറ്റിങ്കര മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ന് തുടക്കമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ നേതൃത്വത്തിലാണ് UDFന്റെ പ്രചാരണ പരിപാടികൾ. NDAയ്ക്ക് വേണ്ടി ദേശീയ നേതാക്കൾ പ്രചാരണത്തിനെത്തും. ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ NDAയുടെ പ്രചാരണ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സർക്കാർ സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കിന് മുഖ്യ വരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചെന്ന പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിൽ താക്കീത് നൽകിയത്. UDF ജില്ലാ ചെയർമാൻ വർഗീസ് മാമനാണ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത്. ഗോവയിൽ നടക്കുന്ന ഇന്ത്യൻ വനിതാ ലീഗിനിടെ വനിതാ ഫുട്ബോൾ താരങ്ങളെ പരിശീലകൻ ശാരീരികമായി ആക്രമിച്ചു എന്ന പരാതിയിൽ അടിയന്തരമായി നടപടി കൈക്കൊള്ളുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. വിഷയത്തിൽ വേഗത്തിലുള്ള നടപടി സ്വീകരിക്കാനും ഫുട്ബോൾ കളിക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ശ്രീ ഠാക്കൂർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജാർഖണ്ഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI-ML സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മഹാസഖ്യത്തിലെ സീറ്റ് വിഭജന ധാരണ പ്രകാരം
കോഡർമ മണ്ഡലത്തിലെ ഒരു സീറ്റിലായിരിക്കും CPI-ML മത്സരിക്കുക. നിലവിൽ ജാർഖണ്ഡിലെ നിയമസഭാംഗമായ വിനോദ് സിംഗ് ആയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെന്ന് പാർട്ടി സെക്രട്ടറി മനോജ് ഭഗത് റാഞ്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ത്യാഗത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കും. കുരിശുമരണം വരിച്ചതിന്റെ 3-ാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ സ്മരണയിലാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. 50 ദിവസത്തെ നോമ്പ് മുറിച്ച് വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കിയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈസ്റ്റർ ആശംസകൾ നേർന്നു. സത്യം ശാശ്വതമാണെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാ മലയാളികൾക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈസ്റ്റർ ആശംസകൾ നേർന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വാഴ്ത്തുന്ന ഈസ്റ്റർ പാവപ്പെട്ടവരെ സേവിക്കാനുള്ള ആത്മാർപ്പണത്തിനുള്ള പ്രചോദനമാകട്ടെയെന്ന് ഗവർണർ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. പ്രതിബന്ധങ്ങളെയും അടിച്ചമർത്തലുകളെയും അതിജീവിച്ച് സ്നേഹത്തിന്റെയും കരുണയുടെയും മൂല്യങ്ങൾ ശോഭിക്കുമെന്ന പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മുൻ ലോക്സഭാ സ്പീക്കർ ശിവരാജ് പാട്ടീലിന്റെ മരുമകൾ അർച്ചന പാട്ടീൽ ചകുർക്കർ BJPയിൽ അംഗത്വമെടുത്തു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെയും സംസ്ഥാന BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെയുടെയും സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം. അവരുടെ ഭർത്താവ് ശൈലേഷ് പാട്ടീൽ ചന്ദുർക്കർ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ്. രാജസ്ഥാൻ രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. മഹത്തായ പാരമ്പര്യങ്ങൾക്കും ആതിഥ്യ മര്യാദയ്ക്കും പേരുകേട്ടതാണ് രാജസ്ഥാനെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ രാജസ്ഥാന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശത്തിൽ പറഞ്ഞു. അസമിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗുവാഹത്തിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസമിൽ ബഹുഭാര്യാത്വം നിർത്തലാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. കിഴക്കൻ ഡച്ച് പട്ടണമായ ഈഡിലെ നിശ ക്ലബിൽ നിരവധി പേർ ബന്ദികളാക്കപ്പെട്ടതായി റിപ്പോർട്ട്. പോലീസ് പ്രദേശത്തെ വീടുകൾ ഒഴിപ്പിച്ചു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 3 ബന്ദികൾ മോചിതരായിട്ടുണ്ട്. എന്നാൽ സ്ഥിതിഗതികൾ ഇനിയും ശാന്തമായിട്ടില്ല. സംഭവത്തിന് പിന്നിൽ തീവ്രവാദി ബന്ധമുണ്ടെന്ന് സംശയിക്കേണ്ട സാഹചര്യമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ നേതാവ് മുക്താർ അൻസാരിയുടെ മരണത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം നടത്തും. 3-അംഗ അന്വേഷണ സംഘത്തെ ബാന്ധ MP, MLA കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായ ഗരിമ സിംഗ് നയിക്കും. ഇന്ന് ഫ്ലോറിഡയിൽ നടക്കുന്ന മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനൽ മത്സരത്തിൽ രോഹൻ ബോപ്പണ്ണ, മാത്യു എബ്ഡൻ എന്നിവരുൾപ്പെട്ട ഇന്ത്യ-ഓസ്ട്രേലിയൻ സഖ്യം അമേരിക്കയുടെ ഓസ്റ്റിൻ ക്രാജിസെക്, ക്രൊയേഷ്യയുടെ ഇവാൻ ഡോഡിക് സഖ്യത്തെ നേരിടും. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും തുടരുന്നു. തലസ്ഥാനമായ ഷിംല ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി മുതലാണ് കനത്ത മഴയും മഞ്ഞുവീഴ്ചയും ആരംഭിച്ചത്. മാറിയ കാലാവസ്ഥയെ തുടർന്ന് കിന്നോർ, കുളു, ചമ്പ, കാംഗ്ര, ഷിംല, ലാഹോർ, സ്പിതി എന്നിവിടങ്ങളിലെ കൊടുമുടികൾ മഞ്ഞുകൊണ്ട് മൂടി. നാളെ വരെ ഹിമാചൽ പ്രദേശിലെ വിവിധയിടങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏക്താ സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ താപനില ഉയരുന്നു. ഏപ്രിൽ 3 വരെ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ടത്തിന്റെയും സിക്കിം, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. കേരളം ഉൾപ്പെടെ 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു. പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ പങ്കെടുത്ത താരങ്ങളോട് കോച്ച് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ.
ത്യാഗത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കും. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ലക്നൌ പഞ്ചാബിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.